സ്കൂളുകളിലോ കോളേജുകളിലോ ഒരു നല്ല കുടുംബസ്ഥനാകാൻ പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏത് സ്ഥാപനത്തിലാണ്, ഏത് കോളേജിലാണ് നല്ല ഒരു ഫാമിലി മാൻ ആവാൻ വേണ്ടി പഠിപ്പിക്കുന്നത്? നല്ല ഒരു കുടുംബക്കാരനാവാൻ എവിടെയാണ് പഠിപ്പിക്കുന്നത്? എവിടെയും പഠിപ്പിക്കുന്നില്ല. സ്കൂളുകളിലോ കോളേജുകളിലോ അക്കാദമിക സ്ഥലങ്ങളിലോ ഒന്നും തന്നെ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചോ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചോ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇനി ഭാവിയിൽ പഠിപ്പിക്കാനും പോകുന്നില്ല. കാരണം സ്ഥാപനങ്ങളിലും കോർപ്പറേറ്റ് മേഖലകളിലും ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും തങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമില്ലാത്ത ഒരു വ്യക്തിയെ വാർത്തെടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇന്നുള്ളത്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ട പണിക്കാരെ കിട്ടണം. അവർ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഗർഭിണികളായാൽ എന്തു ചെയ്യും? അതുകൊണ്ട് കോൺസ്പിറസി തിയറികളിൽ ഒരു തിയറി, അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് എനിക്കറിയില്ല, എങ്കിലും സ്വവർഗ രതിക്ക് ഇത്രയധികം പ്രാധാന്യവും അതുപോലെ തന്നെ അതിന് ഒരു വലിപ്പവും കൊടുക്കാൻ കാരണം പലപ്പോഴും ആളുകൾ പറയുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് കോർപ്പറേറ്റ് കോൺസ്പിറസിയാണ് എന്ന്. അതായത് കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാകുക തുടങ്ങിയ ബാധ്യതകൾ വരുമ്പോൾ അവരുടെ പ്രവർത്തനത്തിന് മാന്യം വരും. നമ്മുടെ കുടുംബത്തിൽ അവർക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടി വരും. അവർക്ക് വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വ്യാപകമായ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അക്കാദമിക സ്ഥാപനങ്ങളിലോ ഒന്നും തന്നെ നമ്മൾ അച്ഛനെ ബഹുമാനിക്കാനോ അമ്മയെ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ സാംസ്കാരിക സമ്പന്നമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ പഠിപ്പിക്കുന്നില്ല. നമ്മൾ തന്നെ ഇന്നിപ്പോൾ പല വീടുകളിലും കാണുന്ന എന്താണ്? അച്ഛനമ്മമാരെ അനുസരിക്കാത്ത മക്കളാണ്. അതിൽ കേണിട്ട് യാതൊരു കാര്യവുമില്ല. വാട്ട് സ്റ്റെപ്പ് വി ക്യാൻ ഡു എന്നുള്ളതാണ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. ഓൾവേസ് പീപ്പിൾ ആർ ആസ്കിങ് wrong questions. Wrong questions will give you only wrong answers. So if you want the right answer, you should ask right question. നല്ല യഥാർത്ഥ ചോദ്യങ്ങൾ ചോദിക്കുക. യഥാർത്ഥ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. എൻ്റെ കുട്ടികളെ മാറ്റാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാനൊരു ഗൃഹസ്ഥനായ ശേഷം എനിക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്ന ഒരു ജീവിതമാണ് എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായിരുന്നത്. വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. രോഗാതുരമായ അവസ്ഥ എനിക്കുണ്ടായി. ആരോഗ്യമുള്ള സമയത്ത് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ജോലിയെടുക്കുകയും ശിഷ്ടസമയം എടുത്തിട്ട് ആ സമയം കൊണ്ട് എൻ്റെ വേദപ്രചാരണത്തിനുമാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ഞാൻ എൻ്റെ സമാജത്തിനെ പഠിപ്പിച്ചത് എൻ്റെ സംസ്കാരമാണ്. ആ സംസ്കാരം പഠിപ്പിക്കുമ്പോൾ വേദമാതാവ് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ മക്കളും ഇന്ന് ആ വഴിയിലേക്ക് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്രയോ കഷ്ടപ്പെട്ടാണ് ഈ വഴിയിലൂടെ നടന്നു പോയത് എന്ന് എൻ്റെ മക്കൾ കണ്ടു. എൻ്റെ മക്കളത് കണ്ട സമയത്ത് അവർക്ക് തോന്നി എൻ്റെ അച്ഛൻ ഇത്രയധികം ത്യാഗം ചെയ്ത് നേടുന്ന ഒരു വലിയ പ്രവൃത്തിയിൽ ഞങ്ങളും ഞങ്ങളുടേതായ പങ്ക് വഹിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരെൻ്റെ കൂടെ കൂടി. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് റിയലി എ പ്രൗഡ് മൊമെൻറ്റ്. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ വേദവഴിയിലേക്ക് വന്നു. അവർ എന്നെ ധിക്കരിക്കുന്നവരായില്ല, എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി പ്രസംഗിക്കുന്നവരായില്ല, എൻ്റെ കാഴ്ചപ്പാടുകൾ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞില്ല. അവർ എൻ്റെ കുട്ടികൾ എൻ്റെ സംസ്കാരത്തെ തള്ളിപ്പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ല. ഭാരതീയ സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്നവരായിട്ട് അവർ മാറി എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സംസ്കാരത്തെ ആളുകളുടെ ഇടയിൽ അവർക്കൊരു സ്ഥാനം നേടിയെടുക്കാൻ പലപ്പോഴും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു തടസ്സമില്ലാത്ത നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഒഴുക്കിന് തടസ്സമില്ലാതെ ഇരിക്കുന്ന വ്യക്തിയെ വാർത്തെടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം. പകരമായിട്ട് കോർപ്പറേറ്റുകാർ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന് പകരമായി നമ്മളെ വീടുകളിൽ കുടുംബം, അച്ഛൻ, അമ്മ, ആചാര്യൻ, അതിഥി തുടങ്ങിയവയ്ക്ക് ഒക്കെ പരിഗണന കൊടുക്കുന്ന മറ്റൊരു വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം. കുടുംബ മൂല്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുടുംബം, അച്ഛൻ, അമ്മ, ആചാര്യൻ, അതിഥി, ഭാരതീയ സംസ്കാരം, സനാതനധർമ്മം, വൈദിക സംസ്കാരം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുകയാണ്. എന്നാൽ അന്യ വിദ്യാഭ്യാസങ്ങളിലോ ആധുനിക വിദ്യാഭ്യാസത്തിലോ അച്ഛന് പ്രാധാന്യമില്ല, അമ്മയ്ക്ക് പ്രാധാന്യമില്ല, കുടുംബത്തിന് പ്രാധാന്യമില്ല, ആചാര്യന്മാർക്ക് പ്രാധാന്യമില്ല, അതിഥികൾക്ക് പ്രാധാന്യമില്ല. എന്നാൽ വിദേശികൾ ഇതിനെല്ലാം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് വിപര്യം എന്ന് പറയുന്നത്. ആ ആധുനിക വിദ്യാഭ്യാസം നമുക്ക് വേണ്ട എന്നല്ല പറയുന്നത്. ആ ആധുനിക വിദ്യാഭ്യാസം നിങ്ങൾ ആയിക്കോളൂ. പക്ഷേ എന്നാൽ വേദവിദ്യാഭ്യാസം
ഇതിൻ്റെ എല്ലാം വളരെയേറെ മുന്നിലായിട്ട് നമുക്കൊരു കുടുംബത്തെ നൽകും എന്നുള്ളതാണ് പ്രത്യേകത. നമുക്ക് നോക്കാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്താൽ, അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്തു നോക്കിയാൽ ഒരുപാട് ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ഡൈവോഴ്സുകൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം ഡൈവോഴ്സ് നടക്കുന്നതിന് കാരണം? ഡൈവോഴ്സ് നടക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പഠിപ്പിച്ചിട്ടില്ല എങ്ങനെയാണ് നല്ല ഒരു ഭർത്താവാകേണ്ടത് എന്ന്, നല്ല ഒരു ഭാര്യയാകേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. അതാണ് കാര്യം. നല്ലൊരു ഭർത്താവാകാൻ പഠിപ്പിക്കുമ്പോൾ, നല്ലൊരു ഭാര്യയാകാൻ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാലോ അല്ലേ, നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തി കാക്കുന്ന എത്രയോ ജവാന്മാരുണ്ട് അല്ലേ. ആ ജവാന്മാരുടെ ഭാര്യമാർ ഇവിടെ ഭർത്താക്കന്മാരെ പിരിഞ്ഞു ജീവിക്കുന്നു, അവർ മക്കളെ വളർത്തുന്നു. പക്ഷെ അവരെല്ലാവരുടെയും ഹൃദയത്തിൽ ഭാരതത്തിനോടുള്ള ഒരു വല്ലാത്ത സ്നേഹം, തുടിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഭാരതത്തിൻ്റെ ആർജവം എന്ന് പറയും. ആ ആർജവം നമുക്കുണ്ടാക്കിയെടുക്കാൻ നമുക്കുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതുണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് പ്രാമുഖ്യം ഉണ്ടാവുന്നതെന്ന് പഠിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.